ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിജീസ് ഡിസൈൻസ്. ഇന്നത്തെ വീഡിയോ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആ കട്ട് ചെയ്തതിന് ശേഷം നല്ല ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ലൈനിങ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് ആ എക്സ്ട്രാ ഫാബ്രിക്ക് കട്ട് ചെയ്ത് കളയണം. അത് കഴിഞ്ഞിട്ട് ലൈനിങ് അകത്തേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ ലേസാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. ഇത് ഓൺലൈനിലും കിട്ടും, ഗോൾഡൻ കളറിലും സിൽവർ കളറിലും ഒക്കെ കിട്ടും. അതിനുശേഷം ബാക്കിലെ നെക്ക് ഒരു 3 ഇഞ്ച് താഴേക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം സാധാരണ പോലെ തന്നെ ലൈനിങ്ങും നല്ല പീസും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ഷോൾഡറും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ബയാസ് കട്ട് ചെയ്ത് അകത്തേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ക്ലോത്ത് കട്ട് ചെയ്തിട്ട് നെക്ക് അടിച്ചു കൊടുക്കുക. നെക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ലേസ് കുറച്ച് ഹെവിയാണ്, നല്ല സ്റ്റോണും ബീഡ്സും ഒക്കെ ഉള്ളൊരു ലേസാണ്. അതുകൊണ്ട് അതിൻ്റെ പശ വെച്ചിട്ടാണ് ഞാനത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ഫാബ്രിക് ഗം വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. രണ്ട് വശത്തേക്കും അത് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം അത് ഹാൻഡ് നീഡിൽ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തുന്നി വെച്ചിട്ടുണ്ട്. കൈത്തന്നൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വശത്ത് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നെക്ക് കൊടുത്തേക്കുന്നത്. അതിൽ ഇത്രയും ഹെവി ആയിട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ഓരോ ഫ്ലവറും ഒരു ലീഫും കൂടെ ചേർത്ത് കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്തു. ഓരോന്നായിട്ട് വീതി കുറച്ച് ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം പിന്നെ ഈ ഹാൻഡ് വെച്ചിട്ടും കൂടെ ഞാൻ തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സൈഡിലെ പശയൊക്കെ സൈഡിലൊക്കെ ആയിട്ടില്ലെങ്കിൽ അത് പൊങ്ങിയിരിക്കാൻ, ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹാൻഡ് നീഡിൽ വെച്ചിട്ട് തയ്ച്ച് കൊടുത്തു. അതേപോലെ ഫുള്ള് ബാക്ക് നെക്കിലും എല്ലാം അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഹാൻഡ് നീഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഫ്രണ്ടിൽ വൺ സൈഡിൽ മാത്രമാണ്, റൈറ്റ് സൈഡിൽ മാത്രമാണ് അതേപോലെ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ പ്രിൻസസ് കട്ടിന് ഷേപ്പിൽ ആണിത് കട്ട് ചെയ്തിരിക്കുന്നത്. സ്ലീവും ലേസ് അതിൻ്റെ ആ ബോർഡർ തന്നെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിലൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹുക്ക് കൊടുക്കാതെയും സ്റ്റിച്ച് ചെയ്യാം. ഹുക്ക് കൊടുത്താൽ ഇടാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ബാക്കിൽ ആ ബോർഡർ, സാരിയുടെ ബോർഡറാണ് ബാക്കിൽ ആ പടിയായിട്ട് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.